Good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് CSSD ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞത് അല്ലെ. ലാസ്റ്റ് നമ്മൾ എത്ര how many functional areas at CSSD? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട് അവിടെ? എത്രണ്ണുണ്ട്? ഫങ്ഷണൽ ഏരിയ എത്രണ്ണാണ് നമ്മൾ പറഞ്ഞത്? 6. ഓക്കെ, വെരി ഗുഡ്. 6 അല്ലെ. അപ്പൊ CSSD നമ്മൾ അതിന്റെ ഫങ്ഷണൽ ഏരിയ നമുക്ക് 6 എണ്ണാണ് ഉള്ളത്. ഏതൊക്കെയാണ് പേരുകൾ വരെയും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. റിസീവിംഗ് ഏരിയ, then രണ്ടാമത്തെ ക്ലീനിങ് ഏരിയ, മൂന്നാമത്തെ പാക്കിംഗ് ഏരിയ, then സ്റ്റെറിലൈസിംഗ് ഏരിയ, then സ്റ്റോറേജ് ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അങ്ങനെ 4 ഫങ്ഷണൽ ഏരിയാസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞത് റിസീവിംഗ് ഏരിയ ആണ്. നമുക്ക് ആ പേര് പോലെ തന്നെ നമുക്ക് എല്ലാവരും റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ റിസീവ് ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഐറ്റംസ് used from several departments of the hospital are transferred to CSSD for cleaning and sterilization. പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചിട്ടുള്ള മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ CSSD ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ക്ലീൻ ചെയ്യാനും അത് സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് CSSD കൊണ്ടുവരും. ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ CSSD ക്ലീനിങ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും CSSD ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പ്രിഫറബിളി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ the items which get stained with the blood or body fluid should be decontaminated with the sodium hypochlorite solution in the user department itself before sending to CSSD. നോക്കിയേ, അപ്പൊ എന്താ നമ്മൾ ഈ CSSD അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ നേരെ അവർ അയക്കുകയല്ല ചെയ്യുന്നത്. എന്താ ചെയ്യുന്നേ? അതിനു മുന്നേ അതിനകത്ത് എന്തെങ്കിലും സ്റ്റെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വിത്ത് ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് മലിനപ്പെട്ടതാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അവര് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നു, അണുവിമുക്തമാക്കുന്നു. ചാപ്റ്റർ ആണോ? ചാപ്റ്റർ നമ്മൾ ഏതാണ്? ഇതിനകത്ത് രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് മൊഡ്യൂളിലെ 5th ചാപ്റ്റർ CSSD. സെക്കൻഡ് മൊഡ്യൂളിലെ 5th ചാപ്റ്റർ ആണ് CSSD. 4ാമത്തെ ബ്ലഡ് ബാങ്ക് ആണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ അടുത്തത് 5ാമത്തെ ചാപ്റ്റർ. ഇനി എല്ലാം കണ്ടിന്യൂസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പേജ് നമ്പർ 34 ആണ്, ടെക്സ്റ്റില് 34. ഓക്കെ, ഇനി എല്ലാ ഓർഡർ ആണ്, ഓരോ കണ്ടിന്യൂസ് ചാപ്റ്ററുകളാണ് ഇനി വരുന്നത് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 2 ചാപ്റ്റർ ആണ് കവർ ചെയ്തത്. ഏതൊക്കെ? ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലാണ് ബാക്കി ചാപ്റ്ററുകളൊക്കെ ഉള്ളത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ് ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ചാപ്റ്റർ CSSD. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ ഇപ്പൊ ടെക്സ്റ്റിൽ പേജ് എടുത്താൽ മതി. ഓരോരുത്തരും എടുക്കുക, പേജ് നമ്പർ എടുക്കുക. നിങ്ങൾക്ക് എക്സാം വൈസ് നോക്കുമ്പോൾ മൊഡ്യൂൾ വൈസ് തിരിച്ച് നിങ്ങൾ എക്സാമിന് വേണ്ടി റെഡി ആവണം. അപ്പൊ അതിന് നിങ്ങൾക്ക് ആ ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് 4 പേപ്പർ. മൊഡ്യൂൾ 1 വരുന്നത് ഏതൊക്കെയാ? മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. 4 മൊഡ്യൂളിലും ചാപ്റ്റേഴ്സ് തിരിച്ചിട്ട് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ഇനിയിപ്പോ ഫസ്റ്റും സെക്കൻഡും കഴിയുമ്പോഴായിരിക്കും ഒരു എക്സാം വരുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അപ്പൊ വരും. ഇപ്പൊ 2 മൊഡ്യൂളുകളുടെ ഒരുമിച്ചായിരിക്കും മോഡൽ പോലെ എക്സാം വരുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് പിന്നെയാണ് നമ്മൾ എക്സാമുകൾ ഫൈനലിലേക്കൊക്കെ വരുമ്പോഴാണ് ഓരോ പേപ്പറൊക്കെ തിരിച്ച് വരുന്നത്. അതോർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഓരോ ടീച്ചേഴ്സും എടുക്കുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി എടുത്തു, 3ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തത് ബ്ലഡ് ബാങ്ക് ആണ്, 4ാമത്തെ ചാപ്റ്റർ CSSD. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. യെസ്, അങ്ങനെ നമ്മൾ എടുക്കുന്ന അത് നിങ്ങൾ നോക്കി വരും.
ടെക്സ്റ്റ് ബുക്ക് ഇനിയും കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ഷെറിന് കിട്ടിയില്ല? ഇല്ല അല്ലേ? നിങ്ങൾ പേയ്മെന്റ് ഒക്കെ അടച്ചതാണോ? എനിക്കറിയില്ല. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്നാണ് ചെയ്യുന്നത്. പേയ്മെന്റ് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ടെക്സ്റ്റ് കിട്ടുമെന്നാണ് ഇവിടെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത്. നിങ്ങൾ അടച്ചതാണ് അല്ലെ? അപ്പൊ അങ്ങനെ അടച്ചിട്ട് ഇത്തിരി വൈകുവാണെങ്കിൽ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് ഇത്തിരി വൈകണമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. 10 days കഴിയും എന്നാ പറഞ്ഞത് അല്ലെ? ഓക്കെ, അതൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനൊന്ന് പറയുന്ന പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുക്കുക ബുക്കിലേക്ക്. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്കില് അത് നിങ്ങൾ ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ വിളിച്ചില്ലേ പേയ്മെന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വിളിച്ച ആ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അതുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അപ്പൊ നമ്മള് ഈ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സർജറി ചെയ്തു, അത് നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് അയക്കുകയല്ല ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബ്ലഡിന്റെ അംശം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും എന്നറിയോ? ഡീകണ്ടാമിനേറ്റ് ചെയ്യും, അണുവിമുക്തമാക്കും. എങ്ങനെയാ? വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ പേരൊന്ന് എഴുതി വെച്ചേരെ കേട്ടോ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ടെസ്റ്റ് ഉള്ളവര് ടെക്സ്റ്റിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. അത് ഉപയോഗിച്ചിട്ട് അത് ആ യൂസർ ഡിപ്പാർട്ട്മെന്റ് തന്നെ, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് എങ്ങോട്ട്? CSSD അയക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ് ബിഫോർ സെൻഡിങ് ടു CSSD, അതായത് CSSD അയക്കുന്നതിന് മുന്നേ ആ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ആ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്ത് ചെയ്യുന്നു? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അത് ഡീകണ്ടാമിനേറ്റ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? CSSD അയക്കുന്നത്. ആ സൊല്യൂഷന്റെ പേര് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. പിന്നെ അതിനകത്ത് ഫസ്റ്റ് ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. The items used from the several departments of the hospital are transferred to CSSD for dash. എന്തിനു വേണ്ടിയിട്ടാണ് CSSD അയക്കുന്നത്? ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് അത് CSSD അയക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. The accepting area of CSSD should have entry to outside through a window with a counter. അതെന്ന് വെച്ചാൽ ഇത് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ആണ്. അതിൽ കൂടിയാണ് റിസീവ് ചെയ്യണേന്ന്. അതായത് ആ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അത് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ് അത് സാധനങ്ങളും കൊണ്ട് അകത്തേക്ക് അങ്ങനെ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താ? ഒരു വിൻഡോ ഉണ്ട്, വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള ഒരു വിൻഡോ, അത് പുറത്തേക്ക് എൻട്രി ഉള്ള, നമുക്ക് ആ ഒരു കൗണ്ടർ ഉള്ള വിൻഡോയിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഐറ്റംസുകൾ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, the accepting area of CSSD should have entry to outside through a window with a counter. ആ കൗണ്ടർ ഉള്ള ഒരു വിൻഡോ, അത് പുറത്തേക്ക് എൻട്രി ഉള്ള ആ ഒരു ഇതിൽ കൂടെയാണ് റിസീവ് ചെയ്യുന്നത്. ഇനി the items should be counted and received. അവിടെ എന്ത് ചെയ്യുന്നു? ആ റിസീവിംഗ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ഓരോ ഐറ്റം എത്രയുണ്ട് അത് കൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് അത് റിസീവ് ചെയ്യുന്നു. അതായത് അത് തിരിച്ച് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്തിട്ട് കൊടുക്കണ്ടേ? അപ്പൊ എത്ര ഐറ്റം ഉണ്ടെന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് അത് റിസീവ് ചെയ്യുന്നു. ഓക്കെ, ഐറ്റം ഷുഡ് ബി കൗണ്ടഡ് ആൻഡ് റിസീവ്. സബ്സിക്വന്റ്ലി, പിന്നീട് the instruments are examined and unsharpened instruments are sorted out or disposed of. എന്നിട്ട് പിന്നീട് എന്താ ചെയ്യുന്ന അവര്? The instruments are examined. എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒന്ന് എക്സാമിൻ ചെയ്യും, പരിശോധിക്കുന്നു. ആൻഡ് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ഇനി മൂർച്ചയില്ലാത്തതൊക്കെ ഇല്ലേ, ചിലപ്പോ നമ്മളെ മൂർച്ച പോയിട്ടുള്ളതോ അല്ലെങ്കിൽ ബെൻഡ് ആയിട്ടുള്ളതോ വളഞ്ഞു പോയതോ
അല്ലെങ്കിൽ അങ്ങനെ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇല്ലേ? ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ സിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ എന്താ ചിലപ്പോ വളഞ്ഞു പോയിട്ടുണ്ടാവാം, ചിലപ്പോ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. എന്തായാലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു? അവര് സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓൺ, അത് ഉപേക്ഷിക്കും. അത് വെറുതെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. അത് നമ്മൾ അപ്പോ അവരെന്ത് ചെയ്യുന്നു? അവിടെ ആ എക്യുപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സുകൾ പരിശോധിച്ചിട്ട് അതിൽ അൺഷാർപ്പൻഡ് ആയിട്ട് മൂർച്ചയില്ലാത്തതോ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ അത് അവർ ഉപേക്ഷിക്കും. സോർട്ടഡ് ഔട്ട് ഓർ ഡിസ്പോസ്ഡ് ഓഫ്. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുന്നു, അത് എടുക്കില്ല. Necessary entries of the accepted items are made in the records. ഇനി ബാക്കിയില്ലേ? ഒരു 10 എണ്ണം കൊണ്ടുവന്നു, അതിൽ 2 എണ്ണം നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഇല്ലേ? 8 എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റഡ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. എന്നിട്ട് അത് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്ര എക്യുപ്മെന്റ്സുകൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ എടുത്തു വരുന്നുള്ളത് അവിടെ അവര് റെക്കോർഡിലാക്കി വെക്കും. ഓക്കെ, necessary entries of the accepted items are made in the record. ബാക്കിയുള്ളത് റെക്കോർഡിലാക്കി വെക്കും. Afterwards, അതിനുശേഷം എന്താ ചെയ്യുന്നത്? The items are transferred to cleaning area. ഇത്രയും കാര്യങ്ങൾ ആ റിസീവിംഗ് ഏരിയയിൽ ചെയ്യുന്നു. അതിനുശേഷം ആ ഐറ്റംസ്, ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുന്നു. ഏതാ? ക്ലീനിങ് ഏരിയ. നിങ്ങൾ ഇതിന്റെ ഓർഡർ പഠിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും, ആഫ്റ്റർ റിസീവിംഗ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ. അപ്പൊ റിസീവ് ചെയ്തതിനു ശേഷം ഐറ്റംസ് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്ലീനിങ് ഏരിയ. അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസ്. Afterward, the items are transferred to cleaning area. ഓക്കെ, അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞ് അടുത്തത് ഇൻസ്ട്രുമെന്റ്സ് പോകുന്നത് ഏതിലേക്കാ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്ലീനിങ് ഏരിയയിലേക്കാണ്. ഓക്കെ, ക്ലീനിങ് ഏരിയ. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആയോ? നോക്കി, ആദ്യം നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസുകൾ ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടി CSST-യിലേക്ക് അയക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇത് ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേറ്റ് ചെയ്തിട്ടാണ് അവര് ആ നമ്മുടെ CSST-യിലേക്ക് അയക്കുന്നത്. അപ്പൊ നമ്മൾ അക്സെപ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ, കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. പുറത്തേക്ക് എൻട്രി പ്രവേശിക്കുന്ന രീതിയിലുള്ള കൗണ്ടർ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. അതിൽ കൂടിയാണ് നമ്മൾ ഐറ്റംസ് മേടിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഐറ്റംസ് കൗണ്ട് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുകൂടി അവര് പരിശോധിക്കും, എക്സാമിൻ ചെയ്യും. അപ്പൊ അവിടെ അൺഷാർപ്പൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അത് ഡിസ്പോസ്ഡ് ഓഫ്, അത് അവര് ഉപേക്ഷിക്കും. ബാക്കി എത്ര ഉണ്ട്? ബാക്കി നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റം. ബാക്കി നമുക്ക് ഇനി എത്ര ഉണ്ട് എന്നുള്ളത് അത് റെക്കോർഡിലാക്കി വെക്കുന്നു. അത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? അവര് ആഫ്റ്റർവേർഡ്സ് ദ ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ക്ലീനിങ് ഏരിയ. അടുത്ത ഫങ്ഷണൽ ഏരിയയിലേക്ക് പോകുന്നത് ഏതാണ്? ക്ലീനിങ് ഏരിയ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് പോട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആരും. ഇനി ഇതിന് ഞാൻ പറയുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് പറയുമ്പോഴാണെങ്കിലും അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം, ഈ നമ്മൾ റിസീവ് ചെയ്തതിനു ശേഷം ഐറ്റംസ് നെക്സ്റ്റ് ഏത് ഏരിയയിലേക്കാ പോകുന്നേ? അല്ലെ? ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ് ടു ഡാഷ് ഏരിയ, ക്ലീനിങ് ഏരിയ. അവിടെ ഓപ്ഷനിൽ ക്ഷാമൊന്നുമില്ല. ഒരു ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ഉണ്ടാവും, ബാക്കി 3 എണ്ണം തെറ്റിച്ച് കിടക്കും അവര്. അവിടെ പറയുക അവര് പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, ക്ലീനിങ് ഏരിയ, അങ്ങനെ വരും. അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലീനിങ് ഏരിയ. അപ്പൊ നിങ്ങൾ ആ ഓർഡർ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ക്ലീനിങ് ഏരിയ. ഇനി ക്ലീനിങ് ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. Here the instruments are cleaned either manually. Manually എന്ന് പറഞ്ഞാൽ എന്താ? മാനുവലി എങ്ങനെയാ? മാനുവലി എന്താ? മാനുവലി എന്നുള്ള മീനിങ് കൈകൊണ്ട്, സ്വമേധയാ.
നമുക്ക് സ്വന്തമായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. Here the instruments are cleaned either manually, ഒന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ സ്വന്തമായിട്ട് കൈകൊണ്ട് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാം, or by using machines, അല്ലെങ്കിലോ മെഷീൻ ഉപയോഗിക്കാം. കണ്ടോ, ഇൻസ്ട്രുമെന്റ്സുകൾ ക്ലീൻ ചെയ്യണത് ഒന്നില്ലെങ്കിൽ മാനുവൽ ആയിട്ട് കൈകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ മെഷീൻ ഉപയോഗിക്കാം, യൂസിങ് മെഷീൻ. For manual washing with the water supply, detergents and brushes of many sizes and shapes are needed in the area. അപ്പൊ മാനുവൽ വാഷിങ്ങിനാണെങ്കിൽ എന്തൊക്കെ വേണം? മാനുവൽ വാഷിങ്ങിനാണെങ്കിൽ എന്ത് വേണം? വാട്ടർ വേണം അല്ലെ, കഴുകാൻ വെള്ളം വേണം, അത് ഡിറ്റർജന്റ് വേണം, പല തരത്തിലുള്ള പല സൈസിലുള്ള പല ഷേപ്പിലുള്ള ബ്രഷുകളും വേണം മാനുവൽ വാഷിങ്ങിന്. നമുക്ക് വീട്ടില് മാനുവൽ നമ്മളെ തുണി അലക്കാനായിട്ട് നമുക്ക് വേണ്ടേ? വെള്ളം വേണം, ഡിറ്റർജന്റ് വേണം അല്ലെ, സോപ്പൊക്കെ വേണ്ടേ നമ്മൾ സ്വന്തമായിട്ട് കൈ ഇതാക്കാനായിട്ട് അല്ലെ, ഫോർ മാനുവൽ വാഷിംഗ്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ, നമ്മൾ മാനുവൽ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ കഴുകുകയാണെങ്കിൽ അവിടെ വാട്ടർ സപ്ലൈ വേണം, അതിന് ഡിറ്റർജൻസ് വേണം, ബ്രഷുകൾ വേണം. എന്തിനാ ബ്രഷുകള്? നമ്മൾ ആ ചെറിയ എക്യുപ്മെന്റ്സിന്റെ ഉള്ളിലേക്കൊക്കെ കയറി നമ്മൾ ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകൂലേ, നീറ്റാക്കാൻ വേണ്ടി. നമ്മൾ ചിലപ്പോൾ വളഞ്ഞിരിക്കുന്നതുണ്ടാവും, ചിലപ്പോ കുഴിയായിട്ടുള്ളതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഉള്ളിലേക്കുള്ളതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷുകൾ ഉപയോഗിക്കും അവിടെ. പല സൈസിലുള്ളത്, ചിലപ്പോൾ വലുതാവാൻ ചെറുതായിരിക്കും, ചെറിയതാണെങ്കിൽ ചെറിയ ബ്രഷ് മതി അല്ലെ. പല സൈസിലും ഷേപ്പിലുള്ള ബ്രഷുകളൊക്കെ ആ ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇനി നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് മെഷീനിലും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാന്ന് നോക്കിയാൽ അൾട്രാസോണിക് വാഷർ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിടുക. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. സർജിക്കൽ ടൂളുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ടെക്സ്റ്റ് ഉള്ളവര് അണ്ടർലൈൻ ചെയ്യുക, ഇല്ലാത്തവര് ആ പേര് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. അൾട്രാസോണിക് വാഷർ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ചെറുതായിട്ട് നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതാറില്ലേ സ്കൂളില് പഠിക്കുമ്പോൾ? ലെക്ചർ നോട്ട് എഴുതി എടുക്കും അല്ലെ, സ്കൂളിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മുടേതായ രീതിയിൽ ഒന്ന് നോട്ട് ചെയ്യുക. ഫുള്ള് സെന്റൻസ് എഴുതണ്ട, ജസ്റ്റ് കുഞ്ഞതായിട്ട് എഴുതി വെക്കുക കേട്ടോ. അൾട്രാസോണിക് വാഷർ ആണ് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിക്കാം, ഡാഷ് ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. ഏത് മെഷീനാണ്? അൾട്രാസോണിക് വാഷർ. ഇതാണ് അൾട്രാസോണിക് വാഷർ. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും അത്. ഓക്കെ, യെസ്. Ultrasonic washer is a machine which is used for cleaning surgical tools. ഇത് നോക്കിയേ, it turns, ഇവിടെ എന്താ ചെയ്യുന്നത്? ആ മെഷീനിൽ എന്താ ചെയ്യുന്നത്? It turns high frequency sound waves into mechanical vibrations that make small bubbles that burst on the internal surface of the tools and remove the waste particles. അപ്പൊ നമ്മൾ അവിടെ എന്താ പറ്റുന്നതെന്ന് അറിയോ? അൾട്രാസോണിക് വാഷറിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ, ശബ്ദ തരംഗങ്ങളെ എന്താക്കി മാറ്റും? അവിടെ വൈബ്രേഷൻസ് ആക്കി മാറ്റും. മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റും. അപ്പൊ ആ വൈബ്രേറ്റ് ചെയ്യുമ്പോ എന്താ ഉണ്ടാവുന്നേ? സ്മോൾ ബബിൾസ്, ചെറിയ കുമിളകള്, സ്മോൾ ബബിൾസ് ഉണ്ടാകും. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് ബേസ്റ്റ് ഓൺ ദ ഇന്റർണൽ സർഫസ് ഓഫ് ദ ടൂൾ. ആ ടൂളിന്റെ ടൂൾസ്, ആ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഇന്റേണൽ സർഫസിലേക്ക് വന്ന് അത് അടിക്കും. ആ ബബിള് ചെന്ന് തട്ടും. അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് റിമൂവ് ദ വേസ്റ്റ് പാർട്ടിക്കിൾസ്. എന്നിട്ട് അവിടെ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യും. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാറില്ലേ നിങ്ങളൊക്കെ അല്ലെ? അവിടെ എന്താ സംഭവിക്കണേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നേ അല്ലെ? വെള്ളം ഒഴിച്ച് നമ്മൾ തുണിയിട്ട് ഡിറ്റർജൻസ് ഒക്കെ ഇട്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഇത് വന്നടിക്കുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ടല്ലേ അതിൽ നിന്ന് അഴുക്കൊക്കെ പോണേ അല്ലേ? വാഷിംഗ് മെഷീനിൽ അങ്ങനെയല്ലേ അല്ലേ? ഇങ്ങനെ കറങ്ങുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ ഫോഴ്സ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് തുണി അഴുക്കൊക്കെ പോണത്. അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അൾട്രാസോണിക് വാഷറിൽ
ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് വേവ്സിനെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് ആക്കി മാറ്റി. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും, സ്മോൾ ബബിൾസ്. ആ ബബിൾസ് എന്ത് ചെയ്യുന്നു? ആ ടൂൾസിന്റെ ഇന്റേണൽ സർഫസിൽ വന്ന് ബബിൾസ് വന്ന് തട്ടുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെയുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസിനെയൊക്കെ എന്താക്കുന്നു? റിമൂവ് ചെയ്യുന്നു. ആ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. After the tools are washed, they are dried in oven dryer. അപ്പൊ അങ്ങനെ ടൂൾസ് ഒക്കെ അവിടെ വാഷ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? They are dried in oven dryer. ഓവൻ ഡ്രയറിൽ വെക്കുന്നു. And transferred to പാക്കിംഗ് ഏരിയ. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്? ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടാ? പാക്കിംഗ് ഏരിയയിലേക്ക്. അപ്പൊ ഇവിടെ ചോദിക്കാം, after the tools are washed, they are dried in oven dryer and transferred to dash area. അപ്പൊ ക്ലീനിങ് കഴിഞ്ഞ അടുത്ത ഏത് ഏരിയയിലേക്ക് പോകുന്നേ? പാക്കിംഗ് ഏരിയ. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ആ ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൾട്രാസോണിക് വാഷർ നമ്മൾ പറഞ്ഞു. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ആണ് അൾട്രാസോണിക് വാഷർ. അപ്പൊ അതിലെന്താന്ന് പറഞ്ഞു. പിന്നെ അത് വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സ് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു. ഓവൻ ഡ്രയറിൽ ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് അത് പാക്ക് ചെയ്യാനാ പോകുന്നത്. പാക്കിംഗ് ഏരിയയിലേക്ക് പോകും. ക്ലിയർ ആയില്ലേ? ക്ലീനിങ് ഏരിയ. ഓക്കെ, യെസ്. ഇനി അടുത്തത് പാക്കിംഗ് ഏരിയ. ഈ പാക്കിംഗ് ഏരിയയിൽ എന്താ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അടുത്ത ഫങ്ഷണൽ ഏരിയ ആണ് കേട്ടോ പാക്കിംഗ് ഏരിയ. അവിടെ എന്താ ചെയ്യുന്നത്? ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പൊ എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഇൻസ്ട്രുമെന്റ്സ് അവർ പാക്ക് ചെയ്യും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഓക്കെ, സോ ദാറ്റ് they are not tainted. Tainted എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ് എന്നുള്ള മീനിങ് ആട്ടോ. മലിനമാവുക എന്നുള്ള മീനിങ് ആണ് tainted. Not tainted എന്ന് പറഞ്ഞാൽ മലിനമാകരുത്, അല്ലെ? They are not tainted while handling after they are sterilized. അപ്പൊ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന സാധനം നമ്മൾ വീണ്ടും കൈ കൊണ്ടെടുത്താൽ വീണ്ടും അത് മലിനമാകൂലേ? നമ്മുടെ കയ്യിൽ നിന്ന് കണ്ടാമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അത് ഇൻസ്ട്രുമെന്റ്സ് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടു അത്. പാക്ക്ഡ് ബിഫോർ ഡാഷ്. അങ്ങനെ കുഞ്ഞിതൊക്കെ ചോദിക്കാം നമുക്ക്. ക്ലീൻഡ് ആൻഡ് ഡ്രൈഡ് ഇൻസ്ട്രുമെന്റ്സ് ആർ പാക്ക്ഡ് ബിഫോർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പാക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ കൈ കൊണ്ട് ഡയറക്റ്റ് വീണ്ടും സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വീണ്ടും അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ, കൈ കൊണ്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ വീണ്ടും അത് മലിനമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. സോ ദാറ്റ് they are not tainted while handling after they are sterilized. ശേഷം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മളത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്താണ്? മലിനമാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റെറിലൈസേഷന് മുന്നേ തന്നെ പാക്ക് ചെയ്യുക. എന്നിട്ട് മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് ഇൻ ട്രേസ് which are covered with a double layer of cotton cloths. കണ്ടോ? അത് എങ്ങനെ ഇനി പാക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ അത് പാക്ക് ചെയ്ത് ട്രേയിലേക്ക് വെക്കും. പാക്ഡ് ഇൻ ട്രേസ്, ഒരു ട്രേയിലേക്ക് പാക്ക് ചെയ്ത് വെക്കും. which are covered with, അത് എന്തുകൊണ്ട് കവർ ചെയ്യുന്നത്? ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്ത്. കോട്ടൺ ക്ലോത്ത് ആണ് ഡബിൾ ലെയർ. 2 ലെയർ ഉള്ള കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ്. എൻവലപ്സ് എന്ന് വെച്ചാൽ കവറുകൾ, പേപ്പർ കവറുകൾ ആർ ഓൾസോ അവൈലബിൾ. ഏതാണോ അവിടെ അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഇഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള, നല്ല ഫലപ്രദമായിട്ടുള്ള നമ്മുടെ പേപ്പർ എൻവലപ്സ്, പേപ്പർ കവറുകളും നമുക്ക് ഏതാണോ അവൈലബിൾ അത് വെച്ചിട്ട് അത് കവർ ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. അവിടെ ETO സ്റ്റെറിലൈസേഷൻ ഏതാണ്? പ്ലാസ്റ്റിക് ബാഗുകൾ. നിങ്ങൾ ആ ബ്രാക്കറ്റ് അവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി എന്നുള്ളത് അവിടെ ക്ലോസ് ചെയ്തു. അടുത്ത സെന്റൻസ് ആയിട്ട് അത് നമുക്ക് പറയാം അവിടെ. ഇതൊക്കെ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് ഫോർ ETO സ്റ്റെറിലൈസേഷൻ. അവിടെ നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ETO എന്ന് പറഞ്ഞാൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ആണ്. ETO താഴെ ഉണ്ട് അത്. എഥിലീൻ ഓക്സൈഡ് മെഷീൻ ETO. അപ്പൊ പ്ലാസ്റ്റിക് ബാഗുകൾ ETO സ്റ്റെറിലൈസേഷന് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത്.
സീലിംഗ് മെഷീൻ ഈസ് യൂസ്ഡ്. അവിടെ സീൽ ചെയ്യാൻ സീലിംഗ് മെഷീൻ ഉപയോഗിക്കും. അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റൂല. അതെന്ന് പറയുക സ്റ്റീം ചെയ്ത പ്ലാസ്റ്റിക് ഐറ്റം ഒക്കെ ഒരുക്കി പോവില്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ETO സ്റ്റെറിലൈസേഷൻ ഏതാ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് ബാഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നമ്മൾ അവിടെ ഏതാണ് ഡബിൾ ലെയർ ഓഫ് കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പർ ഇൻവലപ്സ്, പേപ്പർ കവറുകളോ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഏതാണോ അവൈലബിൾ അത് വെച്ചിട്ടാണ് നമ്മൾ അത് കവർ ചെയ്യുന്നത്. പക്ഷേ ETO സ്റ്റെറിലൈസേഷന് പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടേ plastic bags are used for ETO sterilization. Plastic bags are used for ETO sterilization. ഇനി നോക്കിയേ, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്. അപ്പൊ ഇങ്ങനെ പാക്ക് ചെയ്തു, അവിടെ സീൽ ചെയ്തു. The instruments are transferred for sterilization. എങ്ങോട്ട് പോകും അടുത്തത്? സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് അടുത്ത് പോകുന്നു. അവിടെ പാക്ക് ചെയ്തു, സീലൊക്കെ ചെയ്തിട്ട് അത് നെക്സ്റ്റ് ഏരിയ, നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെറിലൈസേഷൻ ഏരിയ ആണ്. അവിടെ സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, after packing and sealing, the instruments are transferred for sterilization. Underline ചെയ്തിട്ട് അവിടെ after packing and sealing, the instruments are transferred for dash. എങ്ങോട്ടാ പോകുന്നത്? സ്റ്റെറിലൈസേഷനിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇനി നാലാമത്തെ ഫങ്ഷണൽ ഏരിയ സ്റ്റെറിലൈസേഷൻ ഏരിയ. സ്റ്റെറിലൈസേഷൻ നമുക്ക് രണ്ട് രീതിയിൽ നടത്താം. CSST രണ്ട് തരത്തിലാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ചോദിക്കാട്ടോ, സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഐദർ ഓഫ് ദ ടു മെത്തേഡ്സ് ഇൻ CSST. CSSTയുടെ നമുക്ക് സ്റ്റെറിലൈസേഷൻ രണ്ട് മെത്തേഡ് നടത്താം. ഒന്നാമത്തെ സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാം, രണ്ടാമത്തെ ഗ്യാസ് വഴി സ്റ്റെറിലൈസ് ചെയ്യാം. സ്റ്റീം നല്ല നീരാവി നല്ല 100 ഡിഗ്രിക്കൊക്കെ മുകളിൽ നമ്മുടെ ടെമ്പറേച്ചറിൽ സ്റ്റീം വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വഴി സ്റ്റെറിലൈസേഷൻ നടത്താം. അപ്പൊ CSSTയിലെ സ്റ്റെറിലൈസേഷൻ രണ്ട് മെത്തേഡിലാണ് നടക്കുന്നത്. ഐദർ ഓഫ് ദ ടു മെത്തേഡ്സ് ഇൻ CSST. ഓക്കെ, സ്റ്റെറിലൈസേഷൻ അതൊന്ന് കറക്റ്റ് ചെയ്തേരെ കേട്ടോ. സ്റ്റെറിലൈസേഷൻ എന്നാണ് അവിടെ, സ്പെല്ലിംഗ് തെറ്റാണ്. സ്റ്റെറിലൈസേഷൻ ഏരിയ കഴിഞ്ഞിട്ട് ആ ഏരിയയുടെ സ്പെല്ലിംഗിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. സ്റ്റെറിലൈസേഷൻ STERI കറക്റ്റ് ചെയ്തേരെ കേട്ടോ. സ്റ്റെറിലൈസേഷൻ അപ്പൊ രണ്ട് മെത്തേഡിലാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് CSSTയിൽ. ഓക്കെ, അതിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞത് നോക്കി സ്റ്റീം സ്റ്റെറിലൈസേഷൻ, അതായത് ഓട്ടോക്ലേവ്. കേട്ടിട്ടുണ്ടോ ഓട്ടോക്ലേവ് എന്ന്? നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ അല്ലെ. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞു, ഒരു പ്രഷർ കുക്കർ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഒരു മെഷീനാണ് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഓട്ടോക്ലേവ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവ് ചോദിക്കാം. ഓട്ടോക്ലേവിന്റെ നോക്കിയേ, സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? താങ്ങാവുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡാണ്. സ്റ്റീം അണ്ടർ പ്രഷർ ഈസ് ദ മോസ്റ്റ് അഫോർഡബിൾ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഇതാണ് താങ്ങാവുന്നത്. അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രണ്ട്ലി മെത്തേഡ് ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റീം അണ്ടർ പ്രഷർ. ഓക്കെ, ഓട്ടോക്ലേവ് പ്രൊഡ്യൂസ് സ്റ്റീം അറ്റ് ദ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. എത്രയാ? 121 ഡിഗ്രി സെന്റിഗ്രേഡ്. കണ്ടോ? അപ്പൊ ഈ ഓട്ടോക്ലേവില് എത്ര ഡിഗ്രിയിലാണ്? നമ്മൾ പറഞ്ഞല്ലോ വാട്ടർ ബോയിൽ ചെയ്യാൻ നമുക്ക് പറഞ്ഞു 100 ഡിഗ്രി മതി അല്ലെ. 100 ഡിഗ്രി ആകുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കും. അതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ നോക്കിയിട്ട് 121 ഡിഗ്രി സെന്റിഗ്രേഡ് അണ്ടർ 15 pounds ഓഫ് പ്രഷർ. 15 pounds. പൗണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? പൗണ്ട് എന്ത് മെഷർ ചെയ്യുന്നതെന്ന് അറിയോ? യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് പൗണ്ട് എന്ന് പറയുന്നത്. പൗണ്ട്സ് മെഷർ നമ്മള് മെഷർ വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. ഓക്കെ, വെയിറ്റ് മെഷർ ചെയ്യുന്ന യൂണിറ്റ്. യൂണിറ്റ് ഓഫ് മെഷറിംഗ് വെയിറ്റ്.
വെയിറ്റ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പൗണ്ട്. അപ്പൊ ഇവിടെ എത്ര പൗണ്ട്സ് ആ 15 പൗണ്ട്സ്. 1 പൗണ്ട് എന്ന് പറഞ്ഞ ഏകദേശം 454 ഗ്രാംസ് ആണ് കേട്ടോ. 454 ഗ്രാംസ് ആണ് 1 പൗണ്ട് എന്ന് പറയുന്നത്, ഒരു പൗണ്ട്. അങ്ങനെ 15 പൗണ്ട്സ് ഓഫ് പ്രഷറിൽ 121 ഡിഗ്രി സെന്റിഗ്രേഡില് എത്ര സമയം വേണം നോക്കിയേ. ഇൻ ദിസ് പ്രോസസ് 20 minutes is needed to sterilize. സ്റ്റെറിലൈസ് ചെയ്യാൻ എത്ര സമയം വേണം അവിടെ? 20 minutes. അപ്പൊ അത്രയും 3 കാര്യങ്ങളും അവിടെ ഓട്ടോക്ലേവ് നമ്മൾ പഠിക്കുമ്പോൾ നോട്ട് ചെയ്യണം. 121 ഡിഗ്രി സെന്റിഗ്രേഡ്, 15 pounds ഓഫ് പ്രഷർ, 20 minutes. അപ്പൊ അത്രയാണ് ഓട്ടോക്ലേവില് ചെയ്യുന്നത്. അങ്ങനെ 20 മിനിറ്റ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവും ഓട്ടോക്ലേവില്. ഓക്കെ, 121 ഡിഗ്രി സെന്റിഗ്രേഡില് 15 pounds ഓഫ് പ്രഷറില് 20 മിനിറ്റ് വേണം സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. നിങ്ങൾ ആ പേജ് നോക്കിയേ, പേജിലെ ടെക്സ്റ്റിൽ പടങ്ങൾ കണ്ടോ? പല തരത്തിലുള്ള ഓട്ടോക്ലേവുകൾ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ നോക്കിയാൽ പിക്ചർ ടെക്സ്റ്റ് ഉള്ളവര് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കണതൊന്ന് നോക്കി, നിങ്ങളുടെ ഫോണിൽ തന്നെയാണ് ഇത് നോക്കിയേ. കണ്ടോ? പലതരം ഓട്ടോമാറ്റഡ് ഓട്ടോക്ലേവ് ഉണ്ട്, സിമ്പിൾ ഓട്ടോക്ലേവ് ഉണ്ട്, ഫ്ലാഷ് ഓട്ടോക്ലേവ് ഉണ്ട്. പല തരത്തിലുള്ള ഓട്ടോക്ലേവുകളാണ്. എല്ലാവരും ഇത് ചെയ്യുന്ന ഇതൊക്കെ സെയിം ആണ്. സിമ്പിൾ ഓട്ടോക്ലേവ് ആണ്. കണ്ടോ? പ്രഷർ കുക്കർ പോലെ തോന്നല്ലേ നിങ്ങൾക്കത്? കുക്കർ പോലെ ഇരിക്കുന്നത് അല്ലെ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഇതാണ് ഓട്ടോക്ലേവ്. പലതരത്തിലുണ്ട് ഓട്ടോക്ലേവുകൾ. അപ്പൊ അതിനകത്ത് 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 454 ഗ്രാംസ്. ഇതൊന്നും ചോദിക്കൂല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞോന്നുള്ളൂ കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല. നമ്മളിപ്പോഴും നമ്മളെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ നോക്കാം. ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ എക്സ്ട്രാ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ല ഒരു പൗണ്ട് എത്രയായിരിക്കും എന്ന് ആരെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. എത്രയാണ്? 454 ഗ്രാംസ് ആണ് ഒരു പൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും നിങ്ങൾ ഓർക്കാം. ഓട്ടോക്ലേവിൽ എത്ര? 121 ഡിഗ്രി സെന്റിഗ്രേഡ്, 15 pounds ഓഫ് പ്രഷർ, 20 minutes ഈസ് നീഡഡ്. 20 മിനിറ്റ് വേണം. നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയിട്ടില്ലല്ലോ, ക്വസ്റ്റ്യൻ വന്നിട്ടില്ലല്ലോ. ഇന്നലത്തെ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ വന്നില്ല. ഓട്ടോക്ലേവ് എത്ര ഇതാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാ? എബവ് 100 ഡിഗ്രി അല്ലെ? 121 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ 100 ഡിഗ്രിയിലും മുകളിലാണ്. 3 ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി, ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി, ടെമ്പറേച്ചർ എബവ് 100 ഡിഗ്രി ഞാൻ കൊടുത്തിരുന്നത്. ശ്രദ്ധിക്കാം, 121 ആണ് വന്നു അല്ലെ? ഓക്കെ, അത് ചെയ്തവർക്ക് അറിയാം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എടുത്തായിരുന്നു. അതായത് 121 ഡിഗ്രി സെന്റിഗ്രേഡ്, 100 ഡിഗ്രിയിൽ കൂടുതലാണ് നമ്മൾ വെള്ളം ബോയിൽ ചെയ്യാൻ 100 ഡിഗ്രി, അതിൽ കൂടുതലാണ് നമ്മൾ അവിടെ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കാം കേട്ടോ. 5 ക്വസ്റ്റ്യൻ അല്ലേ വരുള്ളൂ ഒരു ക്ലാസ്സിലെ. ബേസ് ചെയ്ത 5 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്ലാസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ക്ലാസ്സിൽ കേട്ട് കഴിയുമ്പോ ഇനി പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ. ക്ലാസ്സിൽ കേട്ടുള്ള ഓക്കെ, ക്ലാസ്സിൽ കേട്ടുള്ള ഒരു ഓർമ്മയും കൊണ്ട് തന്നെ ചെയ്യാം എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ 121 ഡിഗ്രി സെന്റിഗ്രേഡിൽ 15 pounds ഓഫ് പ്രഷർ എത്ര സമയം എത്ര വേണമെന്നൊന്ന് നോട്ട് ചെയ്ത് തരാം കേട്ടോ. 20 മിനിറ്റ്, 20 മിനിറ്റ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആക്കാം. ഇനി രണ്ടാമത്തതാണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO എന്ന് പറയുന്നത്. അത് ഗ്യാസ് വഴിയാണ്. അവിടെ സ്റ്റീം ഒന്നുമല്ല, ഗ്യാസ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് എഥിലീൻ ഓക്സൈഡ് മെഷീൻ, ETO എന്ന് പറയുന്നത്. ഗ്യാസ് ആണ് അവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ് ലൈക്ക് കാർഡിയാക് കാത്തീറ്റേഴ്സ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്സ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയുള്ള ഹീറ്റ് റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താ? ചൂടടിച്ചു കഴിഞ്ഞാല് ഹീറ്റിനോട് സെൻസിറ്റീവ് ആയിട്ടുള്ള, ചൂടടിച്ചു കഴിഞ്ഞാൽ ഒരുക്കി പോണ രീതിയിലുള്ള സാധനങ്ങളില്ലേ? ചൂടടിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോണ പ്ലാസ്റ്റിക്, നമ്മളൊരു തീയുടെ അടുത്തൊരു പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഒരുക്കി പോവില്ലേ?
അല്ലേ? നമ്മുടെ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചായ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഗ്ലാസ് ഐറ്റംസിലേക്ക് എല്ലാവരും തന്നെ കുറെ പേരൊക്കെ മാറിയിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ അടുപ്പത്ത് പഞ്ചസാര ഇടാനായിട്ട് അടുപ്പിന്റെ അടുത്ത് പഞ്ചസാരയുടെ ബോട്ടിൽ കൊണ്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഉരുക്കിയിരിക്കും അല്ലെ? അതായത് എന്താ പറഞ്ഞ നമുക്ക് ഈ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ, ചൂടടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചീത്തയാവുന്ന രീതിയിലുള്ള ഐറ്റംസ് ഇല്ലേ, ഈ മോയ്സ്ചർ റെസ്പോൺസീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹീറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഐറ്റംസുകൾ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ETO അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മിഷീൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്. കാർഡിയാക് കത്തീറ്റർ കേട്ടിട്ടുണ്ടോ? കത്തീറ്ററിന് ചെറിയ ട്യൂബാണ്. നമ്മള് കാത്ത് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കാർഡിയാക് കത്തീറ്റർ. നമ്മൾ ബ്ലോക്ക് ഒക്കെ ഇല്ലേ, ബ്ലോക്ക് ഒക്കെ നമ്മള് ഈ കത്തീറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ബ്ലോക്ക് നോക്കി നമ്മള് എന്താ പറയാ ബ്ലോക്ക് ഒക്കെ മാറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്യൂബ്, അതിന്റെ ടിപ്പിൽ ഒരു ചെറിയ നീഡില് പോലെ, അതാണ് കത്തീറ്റർ, കാർഡിയാക് കത്തീറ്റർ. അപ്പൊ ട്യൂബ് അല്ലേ, അത് നമ്മൾ ചൂടടിച്ചു കഴിഞ്ഞാൽ ചീത്തയാക്കും. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എൻഡോസ്കോപ്പ്. ഇതെല്ലാം എന്താ ഹീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചീത്തയായി പോണ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ എഥിലീൻ ഓക്സൈഡ് മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കാം, ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അത് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തൊട്ട് മുന്നുള്ള ബാച്ചിന് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് ആൻഡ് മോയ്സ്ചർ റെസ്പോൺസീവ് മെറ്റീരിയൽസ്? അത്രയും ഇത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡ് ആണെന്ന്. ETO, ഓട്ടോക്ലേവ്, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. അതായത് 4 ഓപ്ഷന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓട്ടോക്ലേവ് ഉണ്ടായിരുന്നു, ETO ഉണ്ടായിരുന്നു, ബോത്ത് എ ആൻഡ് ബി ഉണ്ടായിരുന്നു, നൺ ഓഫ് ദ എബോവ്. അങ്ങനെ 4 ഓപ്ഷനും ആയിരുന്നു അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിനകത്ത് നമ്മൾ കറക്റ്റ് ആൻസർ ഏതാണ്? ETO എന്ന് എഴുതാം. ഓക്കെ. അല്ലെങ്കിൽ ഇനിയിപ്പോ ഓപ്ഷൻ ഇനി അവരെങ്ങാനും മാറി ചോദിക്കുകയാണെങ്കിലോ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്ന് ചോദിച്ചിട്ട് ബോത്ത് എ ആൻഡ് ബി നൺ ഓഫ് ദ എബോവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് എഴുതും ആൻസർ? നമ്മളെ തെറ്റിക്കാൻ പറ്റില്ല അല്ലെ? നമ്മൾ ഏത് എഴുതും? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എഴുതണം കേട്ടോ. അത് ഓപ്ഷൻ ഒന്ന് നോക്കിയിട്ട് അതിന്റെ ആൻസർ എഴുതാം. ETO എന്നാണ് കറക്റ്റ് കിടക്കുന്നെങ്കിൽ ETO എന്ന് എഴുതാം. ഇനി കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ എന്നാണ് ആൻസർ എങ്കിൽ അതെടുത്ത് എഴുതുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ. കണ്ടോ, ഇത് നല്ല കോസ്റ്റ്ലി ആണ്, നല്ല വിലപിടിപ്പുള്ള മെഷീൻ ആണ്. ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ് ടു വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് these items are to be free of gas molecules before using them on a patient. കണ്ടോ, ഇതൊരു ഗ്യാസ് ഉപയോഗിക്കണേന്ന് പറഞ്ഞു നമ്മൾ അല്ലെ? അപ്പൊ അതെങ്ങനെ, ഇത് കോസ്റ്റ്ലി മെഷീൻ ആണ്, ഗ്യാസ് എങ്ങനത്തെയാ? പോയിസണസ് ഗ്യാസ് ആണ്. കണ്ടോ, ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്യാസും പോയിസണസ് ഗ്യാസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് നമ്മൾ ശ്രദ്ധിക്കണം? നമ്മളത് ആ ഒരു എക്യുപ്മെന്റ്സ് നമ്മൾ വേറൊരു പേഷ്യന്റിന് ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ അതെന്താ, അതിന് എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ഒന്നും അതിന്റെ ഒരു അംശം പോലും ഇല്ല, എല്ലാം ഫ്രീ ആണ്, ഫ്രീ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, എല്ലാരും ഫ്രീ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ നമുക്ക് പേഷ്യന്റിൽ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മെഷീൻ ആൻഡ് യൂസസ് പോയിസണസ് ഗ്യാസ്. ഇത് കോസ്റ്റ്ലി മെഷീൻ ആണ്, ഇവിടെ പോയിസണസ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് these items are to be free of gas molecule before using them on a patient. പേഷ്യന്റിന് അത് ഉപയോഗിക്കുന്ന മുന്നേ ആ ഗ്യാസ് മോളിക്യൂൾസ് അതെല്ലാം ഫ്രീ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. Then the entire cycle may be, ഞാൻ ടൈം കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് എത്ര സമയം വേണം അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ? 8 to 12 hours. കണ്ടോ, അണ്ടർലൈൻ ചെയ്ത എല്ലാവരും 8 to 12 hours. ടെസ്റ്റ് ഇല്ലാത്തവര് 8 to 12 hours ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. മറ്റേതിട്ട് നമ്മൾ 20 മിനിറ്റാ പറഞ്ഞോളൂ, 20 മിനിറ്റ് കൊണ്ട് സ്റ്റെറിലൈസേഷൻ കഴിയും ഓട്ടോക്ലേവ്. പക്ഷേ ETOയിൽ എത്ര സമയം വേണം? അവിടെ സമയം കൂടുതൽ വേണം, 8 to 12 hours വേണം ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. സൈക്കിൾ അപ് ടു 8 to 12 hours. ഇനി അടുത്തത് മൂന്നാമത്തെ ഫ്ലാഷ് സ്റ്റെറിലൈസർ ആണ്. Flash sterilizer. The machine is largely used in operation theatre OT for emergency purpose. ഇത് ചോദിക്കാം കേട്ടോ.
ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏത് ചോദിക്കാം. ഓട്ടോക്ലേവ് എന്ന് തരാം, ഇൻറ്റിഗോ എന്ന് തരാം, ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് തരാം, നൺ ഓഫ് ദ എബോ എന്ന് ഓപ്ഷൻ തരാം നമുക്ക്. ഏതാ? ഫ്ലാഷ് സ്റ്റെറിലൈസർ. പേരിൽ തന്നെ എഴുതാലോ, ഫ്ലാഷ്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മിന്നി പോണം അല്ലെ, പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ കഴിയും. അപ്പൊ എമർജൻസി പർപ്പസിന് വേണ്ടി ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സർജറി ഒക്കെ ചെയ്തോണ്ടിരിക്കൂലേ, അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തൊക്കെ അത് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ, 20 മിനിറ്റോ അല്ലെങ്കിൽ മണിക്കൂറുകളൊന്നും സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അറ്റ് ടൈം അല്ലെ, സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എമർജൻസി പർപ്പസിന് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഇതും ഇതുപോലെ ചോദിക്കാം കേട്ടോ. വിച്ച് മെഷീൻ ഈസ് ലാർജ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഫോർ എമർജൻസി പർപ്പസസ്? ഏതാണ്? ഏത് മെഷീനാണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. പേര് കേട്ടാലും അറിയാലോ, അതിന്നറിയാം പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ കഴിയുമൊക്കെ. ദിസ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ്. കണ്ടോ, ഇത് ഒരു തരത്തിലുള്ള, ഒരു പ്രത്യേക തരത്തിലുള്ള ഓട്ടോക്ലേവ് തന്നെയാണ്. ദാറ്റ് ഹാസ് എ വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. കണ്ടോ, എന്താ അതിന്റെ പ്രത്യേകത? സ്റ്റെറിലൈസേഷൻ സൈക്കിൾ വളരെ കുറവാ, കുറച്ച് സമയം മതി. ഓട്ടോക്ലേവ് പോലത്തെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണ്. പക്ഷെ ഓട്ടോക്ലേവിൽ നിന്നും വ്യത്യസ്തമായി എന്താ? സ്റ്റെറിലൈസേഷൻ സൈക്കിള് കുറച്ച് മതി, കുറച്ച് സമയം മതി. എന്തോരം വേണം നോക്കിയേ, 3 to 4 minutes. കണ്ടോ, 3-4 മിനിറ്റ് കൊണ്ട് അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആകും. കണ്ടോ, അതാണ് വ്യത്യാസം. ഓട്ടോക്ലേവിൽ നിന്ന് ഫ്ലാഷ് സ്റ്റെറിലൈസറിനുള്ള വ്യത്യാസം എന്താ? ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓട്ടോക്ലേവ് ആണെന്ന് പറഞ്ഞു, എങ്കിലും ഓട്ടോക്ലേവില് 20 മിനിറ്റോളം വേണം സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. എന്നാൽ ഫ്ലാഷ് സ്റ്റെറിലൈസറിന് അപ്പൊ ആ സമയം എത്ര മതി? 3-4 മിനിറ്റ് മതി സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാൻ. നോക്കി അതിന്റെ പക്ഷെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയേ, owing to its ability to rise the temperature to 132 degrees centigrade. പക്ഷെ എന്താ? ടെമ്പറേച്ചർ അവിടെ ഇത്തിരി കൂട്ടി കൊടുക്കണം. ഓട്ടോക്ലേവിനേക്കാളും ടെമ്പറേച്ചർ കൂടുതലാണ് 132 ഡിഗ്രി സെന്റിഗ്രേഡിൽ. ഓക്കെ, 132 ഡിഗ്രി സെന്റിഗ്രേഡില് 3 to 4 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആവാം. ഫസ്റ്റ് ലൈൻ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും? എമർജൻസി പർപ്പസിന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് ഏത് സ്റ്റെറിലൈസർ ആണ്? ഫ്ലാഷ് സ്റ്റെറിലൈസർ. ഓക്കെ, എത്ര ടൈം വേണം? 3 to 4 മിനിറ്റ്സ്. 3-4 മിനിറ്റ് മതി. ടെമ്പറേച്ചർ 132 ഡിഗ്രി സെന്റിഗ്രേഡ്. മൂന്ന് ക്ലിയർ അല്ലേ? സ്റ്റെറിലൈസേഷൻ ഏരിയ. ഓക്കെ, ചിലരിവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് ഫേസ് കാണുമ്പോഴറിയാം ക്ലിയർ ആണെന്നുള്ളത്. എത്രയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, സ്റ്റോറേജ് ഏരിയ. അപ്പൊ നമ്മുടെ സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കഴിഞ്ഞില്ലേ? 3 രീതിയിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞില്ല എല്ലാവരും? ഇല്ലേ? സ്റ്റെറിലൈസേഷൻ ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചേക്കും കേട്ടോ നമ്മള്. ഇനി അടുത്തത് എങ്ങോട്ടാ പോണേന്ന് നോക്കിയേ. ഈ ഇൻസ്ട്രുമെന്റ്സ് നെക്സ്റ്റ് പോകുന്നത് സ്റ്റോറേജ് ഏരിയയില്. ഇനി അത് സ്റ്റോർ ചെയ്യണം. സ്റ്റോറേജ് ഏരിയ. After sterilization, the items are provisionally stored in a clean rack from where they are issued to the user department. Provisionally എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി, താൽക്കാലികമായിട്ട്, സ്ഥിരമായിട്ട് വെക്കാൻ പറ്റൂല. ഇപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ഈ എക്യുപ്മെന്റ്സുകൾ നമ്മൾ താൽക്കാലികമായിട്ട് അത് നല്ല ക്ലീൻ റാക്കില് CSST അവിടെ തന്നെ നമ്മൾ വെക്കും, സൂക്ഷിച്ചു വെക്കും. Are issued അത് ഏതിനു മുന്നേ? They are issued to the user department. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ CSSTയുടെ ക്ലീൻ റാക്കിന് അവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അത് നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ, ഈ ഐറ്റംസ് നമ്മുടെ ഇത് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ FIFO ആണ്. FIFO എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അതാണ് അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഇവിടെ ഇങ്ങനെ തന്നെ ചോദിക്കാം, ഡാഷ് ഈസ് എ പ്രിൻസിപ്പിൾ എന്ന് തന്നെ ചോദിക്കാം. ഓക്കെ, first in first out is the principle to follow the replacement of sterile in keeping the demand of the department. എന്താ പറഞ്ഞേക്കണേ? ഡിപ്പാർട്ട്മെന്റിന്റെ ഡിമാൻഡ് നിലനിർത്തുന്നതിന് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിൽ
ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് FIFO. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിന് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അതറിയാലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ആദ്യം എടുക്കുന്നത് ആദ്യം കൊടുക്കും, ആദ്യം ആവശ്യമുള്ളത് ആദ്യം കൊടുക്കും, ആദ്യം സ്റ്റെറിലൈസ് ചെയ്തത് ആദ്യം കൊടുക്കും. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം സ്റ്റെറിലൈസ് ചെയ്തത് ആദ്യം കൊടുക്കും എന്നാണ്. അതാണ് അവിടെ റീപ്ലേസ് ചെയ്യുന്നത്. സ്റ്റെറൈൽ ഐറ്റംസ് റീപ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഏതാ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അണ്ടർലൈൻ ചെയ്തോ? അപ്പൊ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ അടുത്തത് ഏത് ഏരിയയിലേക്ക് പോകുന്നത്? സ്റ്റോറേജ് ഏരിയ. ഓക്കെ, സ്റ്റോറേജ് ഏരിയ. അവിടെ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ചോദിക്കാട്ടോ, ഇത് അങ്ങോട്ട് മാറിയപ്പോ ഓപ്ഷൻ ചോദിക്കാം. FI എന്ന് ചോദിക്കാം, FFIO എന്ന് ചോദിക്കാം, എന്ത് വേണമെങ്കിലും ഓപ്ഷൻ ഇടാം. അപ്പൊ നമുക്കറിയാലോ കറക്റ്റ് ആൻസർ ഏതാ? FI FO FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അറിയാലോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഡിമാൻഡ് നിലനിർത്തുന്നതിന് സ്റ്റെറിലൈസ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യുന്നതിന് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് ഇത് FIFO. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും അല്ലെ? ഇനി നോക്കിയേ, സ്റ്റോറേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? വിതരണം ചെയ്യണ്ടേ? ഡിസ്ട്രിബ്യൂഷൻ ഏരിയ നോക്കിയേ, ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ അക്സെപ്റ്റിംഗ് ഏരിയ. ഇതെങ്ങനെയാ? ആ അക്സെപ്റ്റിംഗ് ഏരിയ റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറെ ദൂരെയായിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചില്ലായിരുന്നോ? ആദ്യം പഠിച്ചില്ലേ? നമ്മളത് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ വേറെ, അത് സ്റ്റെറിലൈസ് ചെയ്ത് അതിങ്ങൾ പിന്നെ തിരിച്ചു കൊടുക്കുന്നു അവര്. അവിടെ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ, ഒരു സെക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് കുറെ ദൂരത്തിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് വിതരണം ചെയ്യുന്നത് വേറെ ഏരിയ ആയിരിക്കും. അത് രണ്ടും എന്താണ്? കുറെ ഡിഫറൻസ് ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കും. ഇറ്റ് ഷുഡ് ബി away from accepting area and must have a window with a counter. In modern hospitals they may be, അത് ഇതുപോലെ തന്നെ ഒരു കൗണ്ടർ ഉള്ള വിൻഡോ ഉണ്ട് കേട്ടോ. അതിൽ കൂടെ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ റിസീവിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കും. In modern hospitals there may be different lift or dump elevators. Lift തന്നെയാണ് കേട്ടോ, dump elevators or elevator. അപ്പൊ മോഡേൺ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയാണ്? There may be a different lift or dump elevators for shifting the sterile material to user department. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യണ്ടേ? സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസുകൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവിടെ എന്ത് ഉപയോഗിക്കാം? ലിഫ്റ്റ് അല്ലെങ്കിൽ dump elevators അവിടെ ഉപയോഗിക്കാം. Okay, in modern hospitals there may be different lift for shifting the sterile material to user department. യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഏതാണ്? പല ലിഫ്റ്റുകൾ അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അത്രയാണ് 6 ഫംഗ്ഷൻ ഏരിയ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓർഡർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നോക്കാൻ പറ്റണ്ടോ? ഫസ്റ്റ് എവിടെയായിരുന്നു? റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഏരിയ, then next സ്റ്റെറിലൈസ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നേ? സ്റ്റോറേജ് ഏരിയ, then last ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. എല്ലാവർക്കും കിട്ടിയില്ലേ ഓർഡർ? മനസ്സിൽ പറഞ്ഞപ്പോ എല്ലാവർക്കും കിട്ടിയില്ലേ ആ ഓർഡർ? നമുക്ക് ഇനി തെറ്റിപ്പോവല്ലോ. ക്ലിയർ അല്ലേ ഓർഡർ? എല്ലാവർക്കും കിട്ടിയോ നോക്കിയേ. മനസ്സിലാ ഓർഡർ ഒന്ന് പെട്ടെന്ന് മനസ്സിൽ കൂടെ കയറി വന്നേ. റിസീവിംഗ് ഏരിയ, ക്ലീനിങ് ഏരിയ, packing area, sterilization area, then storage area, distribution area. Distribution once more. Okay, ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അക്സെപ്റ്റിംഗ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കും. നമ്മൾ റിസീവ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ. അവിടെയും എന്തുണ്ട്? വിൻഡോ വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടർ ഉള്ള വിൻഡോ, അതിൽ കൂടെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഇനി മോഡേൺ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യണ്ടേ? അത് നമ്മൾ കൊണ്ടുപോകാൻ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ലിഫ്റ്റുകൾ അവിടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, in modern hospital there may be different lift or dump elevators for shifting the sterile material to user department. Okay, ഇവിടെ അത്രയും വേഗം അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഓർഡർ. ഓക്കെ, വെരി ഗുഡ്.
ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് ഇച്ചിരി തുടങ്ങി വെക്കാം നമുക്ക്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ തിയറി. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിക്കേറ്റർ മലയാളം എന്താ? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ. പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങൾ. അപ്പൊ ഈ CSSDയിൽ നമ്മൾ ക്വാളിറ്റി നോക്കണം. ഈ സ്റ്റെറിലൈസേഷന്റെ ക്വാളിറ്റി നോക്കണ്ടേ? അതിനെ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റർ ഫിനോക്സറിനൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിച്ചതാണ് അല്ലെ? ഇതിനകത്ത് നമ്മൾ പല ഇത് പറയുന്നുണ്ട് കേട്ടോ, ടെസ്റ്റുകളൊക്കെ ഇതിന്റെ പറയുന്നുണ്ട്. ബോബി ഡിക് ടെസ്റ്റ് പാക്ക്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സുകൾ പറയും. നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പൊ നമ്മുടെ ഈ CSSDയിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കണ്ടേ അല്ലെ? ക്വാളിറ്റി, ആ ക്വാളിറ്റി നമുക്ക് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ, ഓക്കെ ആയോ, അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ CSSDയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. 3 എണ്ണം പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഏതൊക്കെയാ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഫസ്റ്റ് വൺ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇതെങ്ങനെയാണെന്ന് അറിയോ? നോക്കിയേ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ. ഇതൊക്കെ നമുക്ക് ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. സ്റ്റെറിലൈസേഷൻ സൈക്കിളിനുടനീളമുള്ള ടൈം എത്രയാണ്, അതിന്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്യുന്നത് പ്രദർശിപ്പിക്കുക അല്ലെ? അതെല്ലാം അളക്കുന്നതിന് വേണ്ടി, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, temperature, humidity, pressure throughout the time of the sterilization cycle. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ഡയൽ, അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് റീഡിങ് പോലെ ഇങ്ങനെ കാണിക്കും. സൂചിയില്ലേ, നമ്മൾ റീഡിങ് ക്ലോക്കിലൊക്കെ കാണിക്കില്ലയോ, അതുപോലെ അതിന്റെ ടൈമും അല്ലെങ്കിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ നമുക്ക് ഇത്ര ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആണ്, അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അതിലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ മെക്കാനിക്കൽ ഡയല്. മെക്കാനിക്കൽ ഡയൽ, DIAL, മെക്കാനിക്കൽ ഡയൽ. മെക്കാനിക്കൽ ഡയൽ. ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ, DISPLAY, ഇലക്ട്രോണിക് ഡിസ്പ്ലേ. മെക്കാനിക്കൽ ഡയൽ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ, ഇതൊക്കെ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. അതെന്താ കാണിക്കുന്നത്? ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ, ഇതെല്ലാം സ്റ്റെറിലൈസേഷൻ സൈക്കിളിനുടനീളമുള്ള ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇതെല്ലാം കാണിക്കും. ഇനി ഒന്നുകൂടി പറയണോ? മെക്കാനിക്കൽ ഡയൽ, DIAL, ഡയൽ. നിങ്ങളുടെ റീഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ മെക്കാനിക്കൽ ഡയൽ. പിന്നെ പറഞ്ഞത് ഇലക്ട്രോണിക് ഡിസ്പ്ലേ, മനസ്സിലാക്കാൻ വേണ്ടി തന്നുള്ളൂ കേട്ടോ. എക്സാമ്പിൾ ഒന്നും അങ്ങനെ ചോദിച്ച് ഇതുവരെ കണ്ടിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു എക്സാമ്പിൾ എങ്കിലും ഒന്നും അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇലക്ട്രോണിക് ഡിസ്പ്ലേ, DISPLAY, ഡിസ്പ്ലേ. ഇനി രണ്ടാമത്തെ ടൈപ്പ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. All chemical indicators are designed to react to physical condition inside the sterilization chamber. അതായത് ആ സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ഫിസിക്കൽ കണ്ടീഷനോട് പ്രതികരിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കി തരാം. അതായത് നമ്മള് സ്റ്റെറിലൈസേഷൻ ചേംബറിലെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. This confirms that an autoclave or steam sterilizer works. ഇത് സ്ഥിരീകരിച്ചിട്ടാണ് നമ്മുടെ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ വർക്ക് ചെയ്യുന്നത്. പല തരത്തിലുള്ള കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ബോബി ഡിക് ടെസ്റ്റ് പാക്ക്, ബോബി ഡിക് ടെസ്റ്റ് പാക്ക്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്റ്റിക്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്റ്റിക്സ്, ഇതൊക്കെ
കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അതായത് നമ്മൾ ഉണ്ടല്ലോ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കൂലേ, അപ്പൊ അതിനകത്ത് ഈ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സ് ഇല്ലേ, അത് വെക്കും, അത് അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ അത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത്ര സമയം കഴിയുമ്പോൾ ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. ആ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ, ആ സ്ട്രിപ്സിന് കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് അതിന് നമ്മൾ സ്റ്റെറിലൈസേഷൻ നോക്കുന്നത്, അതിന്റെ ക്വാളിറ്റി നോക്കുന്നത്. ആ ഇതിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ വെക്കാനായിട്ട് ആ എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കൂലേ, അതിന്റെ ഒപ്പം തന്നെ ഈ സ്ട്രിപ്സും വെക്കും, കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്സും വെക്കും. അപ്പൊ ആ സ്ട്രിപ്സ് ഇത്ര സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് എടുക്കുമ്പോൾ നമുക്ക് എന്താ സ്ട്രിപ്സിന്റെ കളർ ചേഞ്ച് ഫുള്ളായിട്ട് ആ കളർ ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ഡോട്ട് ഡോട്ട് ആയിട്ടോ വെള്ളവാര പോലെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ സ്റ്റെറിലൈസേഷൻ ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഇത്രേ ഉള്ളൂ. ആ സ്ട്രിപ്സിന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് എന്താ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. All chemical indicators are designed to react to physical condition inside the sterilizing chamber. Okay. ഇനി അടുത്തത് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. Biological indicators. Biological indicators are also known in the name of bioindicators. എന്തെന്ന് അറിയപ്പെടുന്നത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Biological indicators are also known in the name of bioindicators. Bioindicators എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. It's also known in the name of bioindicators. Then are the living creatures. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് ക്രീച്ചർ, സൂക്ഷ്മാണുക്കളാണ്. നമുക്ക് ജീവനുള്ള സൂക്ഷ്മാണുക്കൾ പോലുള്ള ഒരു ജീവജാലങ്ങളാണിത്. ലിവിങ് ക്രീച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസംസ് പോലുള്ള ലിവിങ് ക്രീച്ചേഴ്സ് ജീവജാലങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. They used to confirm sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process, etc. ഇത് നോക്കിയാൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എത്രത്തോളം ഉണ്ട്, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വെരിഫൈ ചെയ്യുന്നതിനും അതുപോലെ സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കുന്നതിനും സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. This they used to confirm എന്തിനൊക്കെയാ, confirm sterilization performance, to verify the sterilization procedure, display the sterilization effect of the production process. Just ഒന്ന് ഞാൻ പറയാം കേട്ടോ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അതായത് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കൂലേ, അപ്പൊ അതിനകത്ത് ഒരു ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ ഒരു സംഭവമില്ലേ, സ്മോൾ സീൽഡ് ഗ്ലാസ് ക്യാപ്സ്യൂൾ ആണ് ആംബ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഈ മൈക്രോ ഓർഗാനിസം വെക്കും, മൈക്രോബ്സിനെ അതിനകത്ത് വെക്കും, സൂക്ഷ്മാണുക്കളെ അതിനകത്ത് വെക്കും. എന്നിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കും. അല്ലെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ടൈം കഴിയുമ്പോൾ നമ്മൾ അത് എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ കളർ ചേഞ്ച് വരികയാണ്. ആ സൊല്യൂഷൻ ഇല്ലേ, ആ സൊല്യൂഷന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് മൈക്രോ ഓർഗാനിസംസിന്റെ ഗ്രോത്ത് അവിടെ ഇല്ല, അവിടെ മൈക്രോബ്സ് പ്രസൻസ് അല്ല, എല്ലാ മൈക്രോബ്സും ചത്തുപോയി അവിടെ. അപ്പൊ അതിന്റെ പ്രസൻസ് ഇല്ല. അപ്പൊ എന്താണ്, അവിടെ കളർ ചേഞ്ച് വരും. കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കും. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു സ്മോൾ ഫീൽഡ് ഗ്ലാസ് ക്യാപ്സ്യൂൾ, അതാണ് ആംബ്യൂൾ എന്ന് പറയുന്നത്. ഇത്രയുള്ളൊരു ഈ ഗുളികയൊക്കെ മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ഇതില്ലേ, ഗ്ലാസിന്റെ ഹോമിയോ ഗുളികയൊക്കെ മേടിക്കുമ്പോ നമ്മള് ഗ്ലാസ് കുപ്പിക്കില്ലേ, അതുപോലത്തെ ഒരു ആംബ്യൂൾ എന്ന് അതിന് പറയുന്നത്. അത് സ്മോൾ സീൽഡ് ഗ്യാസ് ക്യാപ്സ്യൂൾ ആണ്. അതിന്റെ ഉള്ളിൽ സൊല്യൂഷൻ ഇട്ടിട്ട് ഈ മൈക്രോബ്സും വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് എന്നിട്ട് എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സൊല്യൂഷൻ ഇല്ലേ, നമ്മൾ വെച്ച സൊല്യൂഷൻ, അതിന് കളർ ചേഞ്ച് അവിടെ വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് അവിടെ മൈക്രോബ്സ് ഒന്നുമില്ല, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇല്ല എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ എടുക്കുമ്പോഴോ കളർ ചേഞ്ച് വന്നില്ലെങ്കിലോ, കളർ ചേഞ്ച് വന്നില്ലെങ്കിലും സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് അല്ല, സ്റ്റെറിലൈസേഷൻ ഫെയിലാണ്, സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് അല്ല. അപ്പൊ അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഉണ്ട്, ആ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
അങ്ങനെ 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ആണ് മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. 3 ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് എക്സാമിന് ചോദിക്കട്ടെ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന CSST ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾസോ നോൺ ഇൻ ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അതെന്താണ്? ലിവിംഗ് ഫീച്ചേഴ്സ് ആണ്, മൈക്രോ ഓർഗാനിസംസ് പോലുള്ള ജീവജാലങ്ങളാണ് അത്. അതിന് നമ്മൾ ഇതെന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് ടു കൺഫേം സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ്, ടു വെരിഫൈ ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ്, display the sterilization effect of the production process. Sterilization ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെരിഫൈ ചെയ്യുന്നതിനും സ്റ്റെറിലൈസേഷൻ പെർഫോമൻസ് സ്ഥിരീകരിക്കുന്നതിനും സ്റ്റെറിലൈസേഷൻ എഫക്റ്റ് അതിന്റെ ഫലം ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. എഴുതാത്ത കണ്ടോ? കെമിക്കൽ ഇൻഡിക്കേറ്റർ ആംബ്യൂള് കാണിച്ചേക്കണുണ്ടോ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആരോ മാർക്കിട്ടിട്ട് അതാണ് ആംബ്യൂള്. അതിന്റെ ഉള്ളിൽ സൊല്യൂഷൻ വെച്ച് മൈക്രോബ്സും വെച്ചിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വെക്കും. എന്നിട്ട് അത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ കളറിൽ മാറ്റം വരികയാണെങ്കിൽ, ആ സൊല്യൂഷന്റെ കളർ ചേഞ്ച് വരികയാണെങ്കിൽ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി. അതായത് അവിടെ മൈക്രോബ്സിന്റെ ഗ്രോത്ത് ഒന്നുമില്ല, എല്ലാവരും സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് മൺഡേ അല്ല, നെക്സ്റ്റ് നാളെ ഉണ്ട് അല്ലെ? നാളെ ഫിനിഷ് ചെയ്തു. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് ഒക്കെ വായിച്ചു നോക്കുക. നോട്ടിൽ എഴുതിയവര് നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.